ഇത് എന്താ ദശ്മി, നീ വീട്ടിൽ ഇള്ളാക്കുഞ്ഞിരുന്ന് കരയുന്നുണ്ടോ? മുട്ടായി വേണമെന്നും പറഞ്ഞ് ഇള്ളാക്കുഞ്ഞിരുന്ന് കരയുന്നു കേട്ടോ. 2 ദിവസമായി സ്കൂളിൽ പോയിട്ട് തലവേദന പോലും, തലവേദന, തൊണ്ടവേദന, വയറിന് എന്തായിരുന്നു ചൂടോ എരിച്ചില്. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ചോണ്ട് വന്ന്. ഇന്നലെയും പോയില്ല, ഇന്നും പോയില്ല. ഇനിയിപ്പോൾ ശനി ഞായറും പോവണ്ടല്ലോ, സന്തോഷം. ഉച്ചയാകുമ്പം കിടന്നുറങ്ങും. എന്നിട്ട് 4-4:30 ആകുമ്പോൾ എഴുന്നേറ്റ് ഇതുപോലെ മൂശട്ടം പിടിച്ചോണ്ട് വരും. മുറ്റായി വേനേന്നും പറഞ്ഞ് വെള്ളാക്കുഞ്ഞ്. ലച്ചു പതുപോലെ വൈകുന്നേരം വന്ന് ചോറ് തീറ്റയാണ് തുടങ്ങിയത് കേട്ടോ. നല്ല മങ്കട കൂട്ടാനും കടുമാങ്ങാച്ചാർ. ഈ കടുമാങ്ങാച്ചാറൊക്കെ ഇത്ര എടുത്താണ്ട് ഇതിന് 3/4 കൊണ്ടൊന്ന് കളയും കേട്ടോ. എന്നാൽ ആവശ്യത്തിന് എടുക്കുകയല്ല ചെയ്യുന്നത്. രാവിലെയും ഇടിയപ്പം കിഴങ്ങറിയും, സ്കൂളിൽ കൊണ്ടുപോയത് ഇടിയപ്പം കിഴങ്ങറി കേട്ടോ. ഇനി ഇടിയപ്പം കിഴങ്ങറി ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു വൈകുന്നേരം അത് തന്നെ ആയിരിക്കും തിന്നുന്നതിന്. എന്തായാലും ചോറ് തന്നെയാണ് തിന്നുന്നത്. ചോറുണ്ടെന്ന് ആടാ എൻ്റെ മിക്കൂനെ ഇപ്പം അഴിച്ചു വിടാമെങ്കിൽ ഇപ്പം ഇവിടെ ഓടും. അശ്വിനി മിക്കൂനെ അയച്ചു വിട്ടേ, ഇപ്പൊ ഓടും കേട്ടോ. ഓടിക്കളഞ്ഞു. അതാണ്ട വന്ന് വില്ലത്തി. അവർക്കറിയാം, പൂച്ചക്കറിയാം. റോക്കിയെ തുറന്നു വിടുവാണെങ്കിലുണ്ടല്ലോ, റോക്കിയെ തുറന്നു വിടുവാണെങ്കിൽ കൊണ്ട് പോയിട്ടുണ്ട്. റോക്കിയെ തുറന്നു വിടുവാണെങ്കിൽ ആ പൂച്ച അനങ്ങത്തില്ല കേട്ടോ. കാരണം റോക്കി അവര് ഭയങ്കര കൂട്ടുകാരാ, ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഇവളുമാരെ 3 പേരെയും ഭയങ്കര പേടിയാ. കണ്ടോ ആ ഒരു ദേഷ്യം കണ്ടോ അവളുമാരുടെ. പിങ്കുഞ്ഞു വന്നേ, പിങ്കുസെ ഒത്തിരി ദിവസമായി വീഡിയോയിലൊക്കെ കണ്ടിട്ട് വന്നേ. പിങ്കൂസിന്റെ ഇങ്ങോട്ട് വന്നേ. ദാണ്ട ഓരോന്ന് വെപ്രാളപ്പെട്ട് പൂച്ച തെരയുക. അല്ല ചെടിച്ചട്ടി ഇന്ന് അമ്മമ്മടി നിട്ടുന്നു. ചെടിച്ചട്ടൊക്കെ തുള്ളി താഴെ. പിക്കുശേ പൂച്ച കണ്ട രാവിലെ കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ആശയെ കൊണ്ടുവന്ന് കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ട് എല്ലാവർക്കും ഉണ്ട്. പപ്പി വൈകുന്നേട്ടം തുടങ്ങി. ഇച്ചിരി മീനും കൊടും. മാങ്ങയൊന്നും തിന്നത്തില്ല, മീൻ കൊടും. പുളിയുള്ള അച്ചാർ എടുത്തിട്ട് അങ്ങനെ തിന്നണം. അവിടെ വായിക്കൂടെ വെള്ളം ഒഴുകുന്നു, പപ്പിയുടെ വായിക്കൂടെ വെള്ളം ഒഴുകുന്നു. പിങ്കു വെകളി പിങ്കു ഇങ്ങോട്ട് വന്നേ. നിന്റെ മോന്തയും കൂടെ ഒന്ന് കാണിക്കട്ടെ കുറിയിട്ടത്. ഇങ്ങോട്ട് വന്നേ പിങ്കു. നല്ല അനുസരണം. ഇങ്ങോട്ട് വന്നേ. ഇടി ഇങ്ങോട്ട് പാടി. ചോറുണ്ടത് പിങ്കു കണ്ടില്ലെന്ന് തോന്നുന്നു. സാധാരണ പിങ്കു ആയിരുന്നു പപ്പിയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടെന്ന്. ഇച്ചിരി അങ്ങ് ഇട്ട് കൊടുറിയ മീന്. കഷ്ടമാ. മുള്ളില്ലേ? പിന്നെ മംഗളയുടെ മുള്ളരുണ്ട്. എന്തുവാ തിന്നുന്നേ ആഷ്മി എന്താ കഴിക്കുന്നേ? നോക്കട്ടെ, ലച്ച് ചോറ് കണ്ടിട്ട് കഴിക്കാൻ വെച്ചിരുന്നേ. നോക്കട്ടെ. ഈശ്വര, നീ 3 ഇടിയപ്പം കഴിക്കുവോ കിഴങ്ങറിയും രാവിലെ? എനിക്ക് ഇഷ്ടപ്പെടണ്ട കറി. വെള്ളമല്ല, തേങ്ങാപ്പാൽ ഇച്ചിരി കൂടിപ്പോയി കഴിച്ചു. അതിനാണ് ഈ പറയുന്നത്. ഇച്ചിരി വെള്ളമായിപ്പോട്ടെ. എന്നും ഞാൻ ഉണ്ടാക്കുന്നതിന് അത്ര കുറുകിയിട്ടില്ല. എന്ന് ഇച്ചിരി തേങ്ങാപ്പാൽ കൂടിപ്പോയി. നിനക്കെന്താ വേണം? ഇനിയിപ്പോ 2 കൂടെ അടിയാ. ഓരോരുത്തർക്ക് അവർ ഇഷ്ടത്തിന് കഴിക്കണം. നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കൊള്ളത്തില്ല ലക്ഷ്മി? നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? നീ സത്യസന്ധമായിട്ട് പറ. കൊള്ളായിരുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെ കിട്ടത്തില്ലെന്നറിയാം. പറഞ്ഞു പറയിപ്പിച്ചെന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നീ അത് കൈയിട്ട് കലക്കിട്ട് വിടാണ് കറി എടുക്കാൻ സ്കൂളിൽ കൊണ്ടുപോയപ്പോ. ഇച്ചിരി ലൂസായിരുന്നടേ. ഇച്ചിരി നമുക്കൊന്ന് പിന്നെ തേങ്ങാപ്പാലൊന്ന് കൂടിപ്പോയി കേട്ടോ. ഒന്നും കൊള്ളാഞ്ഞിട്ടായിരിക്കും ഇരുന്നങ്ങ് തിന്നുന്നത്. എന്താ വെട്ടി വിടുന്നോടി കാശ്മി? വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. പതിവ് പോലെ തന്നെ വീഡിയോയ്ക്ക് ഓഡിയോ സേവ് ആയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു പുറത്ത് വെച്ച് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഓഡിയോ സേവ് ആവുന്നില്ല. അതെനിക്കത് നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണ് കേട്ടോ. വീട്ടിൽ വൈഫൈ ഉണ്ടായതുകൊണ്ട് അവിടെ വെച്ചെടുക്കുന്നത് ഓൾറെഡി ഓക്കെ ആവും. പക്ഷേ വെളിയിൽ വെച്ചെടുക്കുന്നത് നമ്മുടെ BSNL ആയതുകൊണ്ട് പുറത്തൊന്നും വലിയ റേഞ്ചും കാര്യങ്ങളും ഒന്നും പുറത്തൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ നല്ല പുതിയ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ കുറേ നേരം ഇവിടെ വന്നിരിക്കും. ഒന്ന് സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഇവിടെ കയറി കുറച്ച് നേരം ഇരുന്നിട്ടേ പോകും. ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് അവളുമാർ വല്ലതൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായിട്ട് പിന്നെ വരും കേട്ടോ. അപ്പോൾ ഇന്ന് ആഷ്മി സ്കൂളിൽ പോകാത്തതുകൊണ്ട് ആഷ്മി കിടന്ന് ഉറങ്ങുകയുണ്ട്. ലച്ചുവിനെ വിളിക്കാൻ കൂടെ വന്നില്ല കേട്ടോ. അപ്പം അവൾ ഒറ്റയ്ക്കുള്ളതുകൊണ്ട്, ഒറ്റയ്ക്കല്ല കൂടെ ആളുണ്ടായിരുന്നു. അപ്പം അവൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് വീട്ടിൽ ചെന്ന് ലച്ചുവിന് ആഹാരമൊക്കെ കഴിച്ചിട്ട് പിന്നീട് ഒരുമിച്ച് വരാമെന്ന് കരുതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ട്യൂഷനൊന്നും പോയിട്ടില്ല.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദണ്ഡമായിട്ട് വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പം നമ്മുടെ ഹാൻഡ് റെയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഇവിടെ ഇരിക്കാനും എടുക്കാനൊക്കെ ഒരു വല്ലാത്തൊരു രസമാണ് കേട്ടോ. ഇനി കുറച്ച് ഭാഗം കൂടെ ചെയ്യാനുണ്ട്. താഴത്തെ സിറ്റൗട്ടും പിന്നെ നമ്മുടെ ഈ മേളത്തെ സിറ്റൗട്ടിൻ്റെ കുറച്ച് എൽ ഷേപ്പിൽ കിടക്കുന്നില്ലേ, അവിടെ നമ്മുടെ താഴെ കടയാണ് കേട്ടോ. കടയുടെ മണ്ടയ്ക്ക് റൂം വന്ന് അതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ ചെയ്യാനുണ്ട്. അത് പിന്നീട് വേറൊരു ദിവസം ഒരു വന്ന് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പണിയും കൂടെ ഒക്കെ ഉണ്ട്. പ്ലംബിങ്, വയറിങ്, അതിൻ്റെയൊക്കെ ഫിറ്റിങ്സ് മാത്രമേ ഉള്ളൂ ഇനി കേട്ടോ. അപ്പം ഏകദേശം അടുത്ത മാസം മാർച്ച് മാസത്തോടു കൂടി മാറാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മളതായിട്ട് കുറച്ച് പണികളുണ്ട്. ഒരു വർക്ക് ഏരിയ കെട്ടാനുണ്ട്, മതിൽ കെട്ടാനുണ്ട്, മതിൽ ഒരു ഭാഗം മാത്രം, പിന്നെ ഗേറ്റ് വെക്കണം, അങ്ങനെ കുറച്ച് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ എന്താണ് ലച്ചു ഇപ്പം മെയിനായിട്ടും പുറത്തോട്ട് ഇറങ്ങിയത് ലച്ചുവിന് ബുക്കും പേപ്പറും പേനായും ഒക്കെ മേടിക്കണം കേട്ടോ. ഒരു കവർ പേന മേടിച്ച് കൊടുത്തിട്ട് ഒരാഴ്ച പോലും ആയില്ല കേട്ടോ. പിന്നെ എന്നും ബുക്ക്, ഒരു സബ്ജക്റ്റിന് തന്നെ 3 ബുക്കൊക്കെ വേണ്ടത് കേട്ടോ. ഇതെല്ലാം അവൾ തന്നെ പറയുന്ന വോയിസ് ആയിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ, ഒന്നും റെക്കോർഡായില്ല. ഇന്നലെ ലച്ചു ഒരു മാങ്ങ തിന്നിട്ട് ആ മേളത്തെ സിറ്റോട്ട് ഒരു മാങ്ങ തിന്നിട്ട് നമ്മുടെ താഴോട്ട് ആ മാങ്ങയുടെ ചെറിയ കുഞ്ഞു മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു മാങ്ങാണ്ടി അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കിനും അത് വന്ന് വീണത് അപ്പുറത്തയ്യത്ത് കേട്ടോ. ഞങ്ങൾ പറയുമായിരുന്നു ഒരു സാധനം പോലും വീണത് താഴോട്ട് ഇടാൻ പറ്റത്തില്ല, കാരണം തൊട്ടപ്പുറം നമുക്ക് വീടുകൾ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തിങ്ങി ഞെരുങ്ങി ഞങ്ങളും. അങ്ങനെ നമ്മൾ ബെഡ്റൂമിലൊക്കെ ഒന്ന് കയറി നോക്കുന്നുണ്ട്. ഞാൻ ജനലാവുന്ന ഞാൻ തുറക്കാൻ നോക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ജനൽ തുറക്കാൻ ഭയങ്കര പാട്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ ആഷ്മിയുടെ റൂമുണ്ട് കേട്ടോ, നടുക്ക് ഒരു ചെറിയ റൂമുണ്ട്. അപ്പം അത് ആഷ്മിക്ക് വേണമെന്ന് പറഞ്ഞ് ആഷ്മി കൈക്കലാക്കി വെച്ചിരിക്കുന്ന റൂമാട്ടോ. അപ്പോൾ ആഷ്മിയുടെ റൂമിലോട്ട് ചെന്ന് നിന്നിട്ട് പിന്നെ അത് ആ വീട് തൊട്ടപ്പുറത്ത് ഇത് ആഷ്മിയുടെ റൂമാട്ടോ. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ കേട്ടോ വീട്. എന്ത് ചെയ്യാനാണ്, കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്ത് മാത്രം കാണുന്ന വീട്. ഇതിനിടയ്ക്ക് തിങ്ങി ഞെരുങ്ങി ഞങ്ങളും കേട്ടോ. നമുക്ക് വീട്ടിലോട്ട് താമസമാകുന്ന സമയത്ത് പിന്നീട് നമുക്ക് വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാര്യങ്ങളും കാണുകയൊക്കെ ചെയ്യാം. ആഷ്മിയുടെ റൂമിൽ ഡോറാബൂജിയൊക്കെ പോട്ടെ. പക്ഷേ പിന്നെ പുതിയ ആൾക്കാർ അതൊക്കെ ഉണ്ടല്ലോ കാർട്ടൂണ് ഇതിനകത്തുള്ളത്, അതൊക്കെ വരയ്ക്കണം. അങ്ങനെ ഞാൻ അടുക്കാൻ തിങ്ങി ഞെരുങ്ങിയെന്ന് പറയുമായിരുന്നു കേട്ടോ. വോയിസ് കൊടുത്തിരുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ആക്ഷൻ എടുത്ത് പറയുമായിരുന്നു എന്ത് ചെയ്യാനാ. അപ്പോൾ ആഷ്മി ഇങ്ങനെ അവിടെ മുറിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് മേളമായിരിക്കും. വേണോ വേണ്ട എന്ന് പിന്നീട് നമ്മൾ തീരുമാനിക്കും. നമ്മളിപ്പോൾ താമസിക്കുന്നിടത്ത് വീഡിയോക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവാട്ടോ. നമ്മൾ ഓടും ഷീറ്റും ഒക്കെ ഇട്ട മുറിയല്ലേ, തന്നെ ലൈറ്റിന് ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഇങ്ങോട്ട് മാറുമ്പം നമുക്ക് ഇച്ചിരി ക്ലാരിറ്റിയിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമായിരിക്കും, വെട്ടവും വെളിച്ചമൊക്കെ കിട്ടുമായിരിക്കും എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മേളിൽ കയറി നോക്കിയപ്പോൾ എന്താണ്ട് മൊത്തം കരിയിലാട്ടോ. ഞാൻ ആലോചിക്കുമായിരുന്നു ഈ കരിയിലല്ലേ എവിടെ നിന്ന് വന്നതെന്ന് കേട്ടോ. പിന്നീടാണ് മനസ്സിലായത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ തേക്ക് മുറിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം കൂടെ ചെറുപറാന്ന് വന്ന് ഇവിടെ കിടക്കുന്നത് കേട്ടോ. മൊത്തം കരിയിലായിരുന്നു, എല്ലാം ഉണങ്ങി കിടക്കും. ഇനി അതെല്ലാം മാരിക്കളയണം. തൊട്ടപ്പുറത്തെ വീട്ടിലെ മാവെ പടർന്ന് നിൽക്കുന്ന കുമ്പളങ്ങ കേട്ടോ, അതെല്ലാം നമുക്ക് കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്ത് നിൽക്കുക കേട്ടോ. ഇനി നമ്മുടെ മിക്കുവിനും പിങ്കുവിനും ഒക്കെ നമുക്കിവിടെ വീടിൻ്റെ ബൈക്കിലോട്ട് വെച്ചിട്ട് കൂടൊക്കെ കെട്ടണം കേട്ടോ. പിന്നെ ഇന്ന് 2 പണിക്കാരുണ്ട്. നമുക്കവിടെ ആ മണ്ണ് കോരി ലെവൽ ചെയ്യണം കേട്ടോ. ഒരുപാട് മണ്ണ് കിടപ്പുണ്ടായിരുന്നേ. അങ്ങനെ മണ്ണ് കോരി ലെവൽ ചെയ്യണം. നമുക്കിനി ആ കിണറിന് ചുറ്റും കെട്ടണം. താഴെ ഫൗണ്ടേഷൻ കെട്ടിയിട്ടേക്കുന്നില്ലേ, അപ്പോൾ അത് വർക്ക് ഏരിയയ്ക്കുള്ളതാണ്. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ബാക്കി നമ്മൾ കോൺട്രാക്റ്റ് കൊടുക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി ബൈക്കിലോട്ടുള്ള മതിൽ കുറച്ച് ഭാഗം കെട്ടാനുണ്ട്. പിന്നെ ആ പഴയ നിൽക്കുന്ന ആ ബാത്റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇതൊക്കെ ഇനി നമുക്കായിട്ട് കിടക്കുന്ന പണികളാണ്. ഇനി ഇതൊക്കെ തീർന്നിട്ട് ഇനി എത്ര നാൾ എടുക്കുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും പെട്ടെന്ന് മാറും എന്ന് വിശ്വസിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വീടിൻ്റെ അപ്ഡേഷൻ. പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് ഇച്ചിരിച്ച് അവിടെ ഇവിടെയൊക്കെ മുക്കും മൂലയൊക്കെ പെയിൻ്റ് അടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കബോർഡൊക്കെ അടുക്കള കബോർഡ് മെയിനായിട്ട് അടുക്കള കബോർഡൊക്കെ ഉണ്ട്. അതും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലുള്ള കേട്ടോ. അതൊക്കെ ചെയ്യണം. ഈ നമ്മുടെ ഹാൻഡ് റെയിൽ ചെയ്യാൻ വന്നവരുടെ അവർ വെച്ചിട്ട് പോയ കൂളിംഗ് ഗ്ലാസ് അത് കേട്ടോ. അവർ വർക്ക് ചെയ്യുമ്പോൾ വെക്കുന്നതായിരുന്നു കേട്ടോ. അതെടുത്ത് ആഷ്മി എടുത്ത് ഫിറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഇപ്പോൾ എപ്പോൾ ഇവിടെ വന്നാലും ഇതെടുത്ത് വെച്ച് ഷോയും കാണിച്ചിട്ട് നടക്കുകയാണ് ആഷ്മിയുടെ ജോലി കേട്ടോ. ഞാൻ പിന്നെ അവർ ചിലപ്പോൾ മറന്നു വെച്ചിട്ട് പോയതായിരിക്കും. എന്തായാലും വരുമല്ലോ ഇനി അവർ വരുമ്പോൾ അതെടുത്തുകൊണ്ട് പൊക്കോളും. ഞാനത് ആഷ്മിയുടെ ഇത് മേടിച്ച് വെച്ചു. പിന്നെ കുറച്ച് നേരം നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്നേച്ച് നമ്മളങ്ങ് പോയിട്ടോ. കടയിലൊക്കെ പോയി സാധനമൊക്കെ മേടിച്ചോണ്ടേ ലച്ചുവിന് പേപ്പറൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലാണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ലച്ചു വിശേഷങ്ങൾ പറയുമായിരുന്നു സ്കൂളിൽ കേട്ടോ. എന്ത് ചെയ്യാനാണ്, അവൾക്ക് പറയാനുള്ളതൊക്കെ അവളിങ്ങനെ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് പേപ്പറൊക്കെ ഇട്ട് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ 3 പേരും കൂടെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ചാനൽ അതിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.